നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എങ്ങനെ സഹിക്കും? അതുപോലെയല്ലേ നാത്തു മഹിയെ വളർത്തിയത്. എന്നിട്ടും എല്ലാം ഒരു നിമിഷം കൊണ്ട് മറന്നതുപോലെയല്ലേ മഹി പെരുമാറിയത്. തെറ്റാര് ചെയ്താലും ഞാൻ തെറ്റാണെന്ന് തന്നെ പറയും. നിങ്ങളെല്ലാം കൂടി ഗംഗയെ അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? മഹിയേട്ടൻ എന്താ ഈ പറയുന്നേ? ഗംഗയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ ആന്റി ഈ പൂജ നടത്തിയത്. എന്ത് നന്മ? ഒരാളെ തല്ലിക്കൊല്ലാൻ നോക്കുന്നാണോ നന്മ? അങ്ങനെയല്ല മഹി. ഗംഗയുടെ നകുലിന്റെ വിവാഹം യാതൊരു തടസ്സവും കൂടാതെ നടക്കാൻ വേണ്ടി പൂജ നടത്തിയതാ. പക്ഷെ പൂജയുടെ സമയത്ത് ഗംഗ ആകെ മാറി. ബാധ കൂടിയതുപോലെ അവള് പെരുമാറിയെ കണ്ടു നിന്ന ഞങ്ങളെല്ലാം പേടിച്ചുപോയി. അല്ലേ ശ്രേയ? അതെ അതെ, ഒരുമാതിരി നാഗവല്ലി പോലെ അവള് കാണിക്കുന്ന കണ്ടപ്പോ നെഞ്ചു തകർന്നു പോയി. മണിച്ചിത്രത്താഴ് മഹിയും കണ്ടിട്ടുള്ളതല്ലേ? അതുപോലെയൊക്കെയാ അവളും ചെയ്തത്. അതിൽ നിന്ന് അവളെ രക്ഷിക്കാൻ നോക്കിയപ്പോഴാ മഹി കേറി വന്നത്. വന്ന വഴി ഒന്നും അറിയാതെ പാവ ആന്റിയെ മഹിയേട്ടൻ വഴക്കു പറഞ്ഞില്ലേ? അതും ഇന്നലെ കയറി വന്ന ഗംഗയ്ക്ക് വേണ്ടിയിട്ട്. ഗംഗ ഇന്നലെ കയറി വന്ന ആളാണെന്ന് ശ്രേയോട് ആരാ പറഞ്ഞത്? നിങ്ങൾ എല്ലാവർക്കും മുമ്പേ അവളാ എനിക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ വീട്ടിൽ വന്ന് നിന്ന് എല്ലാം സഹിക്കുന്നതും എനിക്കും എന്റെ മോൾക്കും വേണ്ടി തന്നെയാ. അപ്പൊ അവൾക്ക് വേദനിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. അതിന് അവളെ ആരും വേദനിപ്പിച്ചല്ലോ, അവളെ സഹായിക്കാനല്ലേ നോക്കിയത്. മഹിക്കറിയാലോ ഗംഗയുടെ എന്ത് ആത്മാർത്ഥതയാ നാത്തൂൻ കാണിക്കുന്നെന്ന്. അവളുടെ വിവാഹത്തിന് വേണ്ട ആഭരണങ്ങളെല്ലാം നാത്തൂൻ ഇപ്പോഴേ ഏൽപ്പിച്ചു കഴിഞ്ഞു. അതെ മഹിയേട്ടാ, ആന്റിക്ക് ശരിക്കും നല്ല വിഷമമുണ്ട്. മഹിയേട്ടനൊന്ന് ചെന്ന് കണ്ട് ആശ്വസിപ്പിക്ക. അല്ലെങ്കിൽ ഈശ്വരന്മാര് പോലും മഹിയേട്ടനോട് പൊറുക്കില്ല. നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. പിന്നെ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാ ഞാനത് പറയും. അതൊരിക്കലും മുഖം നോക്കിയൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് കരുതി എനിക്ക് അമ്മയോടുള്ള സ്നേഹത്തിനും അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിനും യാതൊരു കുറവും വരാൻ പോകുന്നില്ല. അതൊക്കെ ശരിയാ. മഹിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അതൊക്കെ ശരിയായിട്ട് തോന്നും. പക്ഷെ മഹി നാത്തുവിന്റെ മാനസികാവസ്ഥ കൂടി ഒന്ന് ഓർക്കണം. ആ പാവം നെഞ്ചു തകർന്ന് അവിടെ നിൽക്കുന്നേ. അതെ, ആന്റിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് സഹിക്കാൻ പറ്റിയില്ല. രേഷ്മിയോ രാഹുലോ ആണ് നിന്റെ സ്ഥാനത്തെങ്കിൽ നാത്തൂന് ഇത്രയും സങ്കടം തോന്നില്ലായിരുന്നു. ഇത് മഹിയായിപ്പോയില്ലേ? അതൊന്നുമല്ല മഹി എന്റെ പേടി. സങ്കടം സഹിക്കാൻ വയ്യാതെ നാത്തൂൻ ഇനി വല്ല കടുങ്കയും ചെയ്യുവെന്നാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നാത്തൂന്റെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. മഹിയേട്ടൻ ഒന്നങ്ങോട്ട് ചെന്ന് ആന്റിയെ സമാധാനിപ്പിക്ക്. ആന്റിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും മഹിയേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഈശ്വരന്മാര് പോലും മഹിയേട്ടനോട് ക്ഷമിക്കില്ല. ചെല്ലു മഹി, നിന്നെ പ്രസവിച്ചതല്ലെങ്കിൽ നിന്റെ അമ്മയാത്. ആ അമ്മയുടെ മുന്നിലൊന്ന് താണതുകൊണ്ട് നിനക്കൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്കതിന് അമ്മയോട് സംസാരിക്കുന്നതിനോ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നതിനോ മടിയുണ്ടെന്ന് ആരാ പറഞ്ഞത്? എങ്കിൽ പിന്നെ ചെന്ന് നാത്തൂനെ സമാധാനിപ്പിക്കും. പിന്നെ മഹിയേട്ടൻ ഒരു കാര്യം കൂടെ ഓർക്കണം. നാളെ നകുലുമായുള്ള വിവാഹം കഴിഞ്ഞാ ഗംഗ ഈ വീട് വിട്ടു പോവും. പിന്നെ ഗംഗയ്ക്ക് മേൽ നമുക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല. അപ്പോഴും എന്നും മഹിയേട്ടനും മാളൂനും ഒപ്പം ഉണ്ടാവേണ്ടത് ഞാനും ആന്റിയൊക്കെ തന്നെയാ. നീ വാ മോളെ, നമ്മള് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ? ഇനിയൊക്കെ മഹി ഇഷ്ടം പോലെ ചെയ്യട്ടെ. വിവരവും പക്വതയൊക്കെ നന്നായിട്ടുള്ള ആളല്ലേ മഹി. ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ മഹിക്കറിയാം. അതെ, എന്തായാലും മഹിയേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്തോ. നമ്മള് പറഞ്ഞത് ഏറ്റു. അതെ അതെ, ആന്റിയുടെ അടുത്തേക്കുള്ള പോക്ക. എന്താ വിചാരിച്ച ഗൗരി? ഗംഗയിലൂടെ മഹിയെ നേടാന്നോ? അവന്റെ ഭാവി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കൈലാസത്തിന്റെ സർവാധികാരി ഞാനാ. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്നെ ബന്ധിക്കണം,
അത് ഞാൻ ഉടനെ ചെയ്തിരിക്കും. പിന്നെ നിനക്ക് വീട്ടിലോ മഹിയുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. മരണപ്പെട്ട ആത്മാക്കളുടെ ലോകം ഭൂമിയല്ല, പരലോക. അവിടെയാ നിന്റെ സ്ഥാനം. ഈ ഭൂമിയിൽ നിന്നും നീ എന്നേക്കുമായി ഒഴിഞ്ഞു പോവാ തന്നെ വേണം. അയ്യോ മഹി, മോനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അമ്മയ്ക്കിത് എന്താ പറ്റിയത്? എന്തൊക്കെയായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ആരോടെ ഈ ദേഷ്യപ്പെട്ടത്? അത് പിന്നെ എന്നോട് തന്നെയാ എനിക്ക് ദേഷ്യം. ഞാൻ എന്ത് ചെയ്താലും അതിൽ നന്മ മാത്രം കാണുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു മകൻ എനിക്കുണ്ടായിരുന്നു. ആ മകനെ, എന്റെ മഹിയെ എനിക്ക് നഷ്ടമായി. അമ്മ എന്തിനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ അമ്മയുടെ ആ മഹി തന്നെയാ. പിന്നെ തെറ്റ് ആര് ചെയ്താലും അത് പറയുന്നതിൽ എന്താ തെറ്റ്? എല്ലാവരുടെയും നന്മ കരുതിയ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ എന്താ അമ്മ ഇത്? നമ്മളിത് ഏത് നൂറ്റാണ്ടിലായി ജീവിക്കുന്നത്? ഇന്ന് ആരെങ്കിലും ഇങ്ങനെയുള്ള പൂജയിലൊക്കെ വിശ്വസിക്കൂ? ഓരോരുത്തരും അവരവരുടെ ലാഭത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യും. അതില് അമ്മയും പോയി പെട്ടല്ലോ. ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? മോനെ മഹി, എനിക്ക് വേണ്ടി ഈ അമ്മ എന്തും ചെയ്യും. അവിടെ ലോജിക്കൊന്നും ഞാൻ നോക്കില്ല. ഏത് വഴിയിലും എനിക്ക് നന്മയുണ്ടാവണം, ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അതിനു വേണ്ടിയാ ഈ പൂജയും വഴിപാടൊക്കെ നടത്തിയത്. അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹവും കരുതലും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അമ്മയുടെ ആ സ്നേഹം പലരും മുതലെടുക്കുന്നുണ്ട്. അമ്മയെപ്പോലുള്ള ആൾക്കാരെ മുതലെടുത്ത് ജീവിക്കുന്ന ഒരുപാട് കപട സന്യാസികളും മാന്ത്രികരുമൊക്കെ ഉള്ള കാലമാണിത്. ഓരോ ദിവസവും എത്രയെത്ര നരഹത്യകളും മറ്റുമാണ് നടക്കുന്നത്. ഇത്രയും വിവരവും അറിവുള്ള അമ്മ അതിലൊക്കെ ചെന്ന് ചാടുന്നത് എനിക്ക് വിഷമമുണ്ടാക്കുന്നത്. ഒരമ്മയുടെ മാനസികാവസ്ഥ നിനക്ക് മനസ്സിലാവില്ല മഹി. നിന്റെ ഭാവി സുരക്ഷിതാക്കണം. അതിന് ഈ പൂജ നന്നായിരിക്കുമെന്ന് കേട്ടപ്പോ ചെയ്തു പോയതാ. പിന്നെ ഗംഗ, അവളുടെ ഭാവിയെ കൂടി കരുതിയ ഞാനിതെല്ലാം ചെയ്യാൻ സമ്മതിച്ചത്. ഒരാളെ തല്ലി കൊല്ലുന്നാണോ അവരുടെ നന്മ? ഞാൻ അപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി ആ പാവത്തിനെ കൊല്ലില്ലായിരുന്നോ? അങ്ങനെയല്ല മഹി. അപ്പോഴത്തെ ഗംഗയുടെ പ്രവൃത്തികളൊന്നും നീ കാണാഞ്ഞിട്ട. അത് ഗംഗയായിരുന്നില്ല. അതാ ആ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി അവളെ തല്ലിയത്. എനിക്ക് ഈ പറഞ്ഞതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഗംഗയൊരു പാവ, എന്റെ കൈവിരലിൽ തൂങ്ങി നടന്നു വളർന്ന കുട്ടിയാ. എനിക്ക് വേണ്ടിയാ അവൾ ഇവിടെ വന്ന് നിന്ന് ഇതൊക്കെ സഹിക്കുന്നത്. ആ അവളെ ഒന്നിന്റെ പേരിലും വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.